அண்ணா இது என்னோட வீடு பாருங்க எப்படி இருக்கு, நல்லா இருக்கா? ഇത് ഞാൻ വീട് പണി നടക്കുന്ന ഇപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞു. ഇത് ഞാൻ വീട് ഉണ്ടാക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഷെയർ മാർക്കറ്റാണ്. ഷെയർ മാർക്കറ്റ് കാരണമാണ് ഞാനിത് വീട് വെച്ചത്. പക്ഷേ ഷെയർ മാർക്കറ്റിൻ്റെ പ്രോഫിറ്റും ഉണ്ടല്ല, ഷെയർ മാർക്കറ്റ് ഹെൽപ്പായി. എങ്ങനെ തരുമാ? ഇപ്പോൾ ഞാൻ 10 കൊല്ലമായി. 2013 എഞ്ചിനീയറിങ് കഴിഞ്ഞ് 2014 ജോബിന് കയറി. അപ്പോൾ ഇന്നിപ്പോൾ 2024 10 വർഷമായി ജോലി ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ശമ്പളം കുറവായിരുന്നു. പിന്നെ ഇങ്ങനെ ജോലി കമ്പനി മാറിയപ്പോൾ ശമ്പളം കൂട്ടി കിട്ടി. അപ്പോൾ ഒരു ആവറേജ് എടുത്താൽ 1 ലക്ഷം, ഒരു 1 ലാക്ക് മന്ത്ലി കിടക്കും. அப்படி பார்த்தா இப்போ ஒரு 10 இயர்ஸ்க்கு எவ்வளோ ஆகும்? ஏன்னா 12 lakhs பர் இயருக்கு. ஆனால் ஒரு 2 மந்த்து வெக்கேஷனு போயிட்டு ஒரு 10 lakhs ஆவரேஜ். அப்போது 10 இயர்ஸ்னு எவ்வளோ ஆச்சு? 1 crore ആச்சு. അപ്പോൾ அந்த 1 crore ഒരു 50% മാറ്റി വെക്കാം. കാരണം നമ്മുടെ വീട്ടിൽ ചിലവുണ്ടാവും, പിന്നെ നമ്മുടെ ചിലവുണ്ടാവും, ചാരിറ്റി, പിന്നെ അതുമാതിരി കല്യാണം, അതുമാതിരി. We can't say 50%, 70% we have to spend, 30% we can save. அப்படி பார்த்தா நமக்கு 30 தானே சேவ் வரும். அப்போ இப்போ பார்த்தா அவ்வளோ கட்ட முடியாது. അല്ല அந்த പൈസ നമ്മൾക്ക് ഇരിക്കാതെ பார்த்தாൽ നമ്മുടെ അത്രയും പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതാണ് അവസ്ഥ. നമ്മൾ നോക്കിയാൽ നമ്മൾ വർക്ക് ചെയ്ത പൈസ ഒന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അതവിടെ പോയി എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല എവിടെ പോയി, എങ്ങനെ ചിലവായെന്ന്. അപ്പോൾ ആ കൊറോണ നോർമൽ മിഡിൽ ക്ലാസ്, അതെ അതായത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ചെറിയ സാലറിയിൽ വർക്ക് ചെയ്താലും ശമ്പളം കൂട്ടി കിട്ടിയാലും നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. കാരണം നമ്മളെ ലൈഫ് സ്റ്റൈൽ അതുപോലെ മാറുന്നുണ്ട്. നമ്മുടെ ശമ്പളം കിട്ടുന്നതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ നമ്മുടെ ടൗണിൽ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ ഒരു പോകുന്ന ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറിയിട്ട് പോകും. പക്ഷെ ഇപ്പം മാറി ഒരു ഓട്ടോ സ്പെഷ്യൽ വിളിച്ചിട്ട് പോകും. അതും മാറി ഇപ്പോൾ പൈസ നല്ല സാലറി കിട്ടുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കാർ എൺപത് സോലും അപ്പടി സോലും ഓക്കെ. അപ്പോൾ ഇതിരുന്നാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോഴും നമ്മുടെ ജീവിത ചെലവും ഇങ്ങനെ കൂടുക. അപ്പോൾ ഞാൻ ഈ കൊറോണ വന്നില്ലേ 2018, അപ്പോൾ കുറേ ആൾക്കാർ ജോലി പോയി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, പഠിച്ചാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി പോയാൽ എന്ത് ചെയ്യും? കയ്യിൽ പൈസ ഒന്നുമില്ല, സേവിങ്സ് ഒന്നുമില്ല. അപ്പോഴാണ് ഞാൻ ഈ പൈസ സേവ് ചെയ്യാനുള്ളൊരു എന്തെങ്കിലും ഒരു ഐഡിയ ഒന്ന് ആലോചിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അയച്ചു സ്വർണം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഗോൾഡ് വാങ്ങാൻ ഇപ്പം മന്ത്ലി ഇപ്പോൾ പവൻ എത്രയാ? 60,000 അടുത്തായി ആവാനായി. അങ്ങനെ ഇപ്പോൾ ഗോൾഡ് വാങ്ങിയാൽ തന്നെ നമുക്ക് ലോക്കറിൽ വെക്കണം, ബാങ്കിൽ വെക്കണ്ടേ? ഇനിയിപ്പോൾ ഒരു പവൻ വാങ്ങണമെങ്കിൽ 60,000 വേണം. നമ്മളിപ്പോൾ ഒരു മാസം 30,000 രൂപ സേവ് ചെയ്യണമെങ്കിൽ, ഇനിയിപ്പോൾ അഥവാ സേവ് ചെയ്യണമെന്ന് വെച്ചാൽ നാട്ടിലേക്ക് പൈസ അയച്ച് അവിടെ നമ്മുടെ വൈഫോ വീട്ടിലാരെങ്കിലോ പോയിട്ട് വാങ്ങി അത് ബാങ്ക് ലോക്കറിൽ വെച്ച് അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ആ പോകുന്ന വഴിയിൽ ഗോൾഡ് വാങ്ങിയിട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും അടിച്ചു മാറ്റി പോയാൽ അത് മാത്രമല്ല, ഇപ്പോൾ ഗോൾഡ് വാങ്ങിയിട്ട് വീട്ടിൽ വെക്കാന്ന് വെച്ചാലോ, ഇപ്പോൾ റീസെൻ്റ്ലി വയനാട് ഒരു ദുരന്തം ഉണ്ടായില്ലേ, അപ്പോൾ ആ ഗോൾഡൊക്കെ പോയി. അത് മാത്രമല്ല, ഈ കള്ളന്മാരുടെ ശല്യം കാരണം നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു സൊല്യൂഷനല്ല. മാത്രമല്ല ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പോൾ മാക്സിമം ആയി. ഇനിയിപ്പോൾ ഗോൾഡ് വാങ്ങിയാലോ അത് കൂടുമെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട്. പിന്നെ ബാങ്കിലിട്ടാലോ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളെപ്പോഴും ബാങ്കിലിട്ടാലും പൈസ കുറച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും ഓട്ടോമാറ്റിക്കലി. മാത്രമല്ല നമ്മൾ ആ ഒരു ബാങ്കിലിടുന്ന പൈസ അത് അങ്ങനെ തന്നെ കിടക്കും. നമുക്ക് പലിശ മാത്രമേ കിട്ടുന്നത്. അത് എത്ര കിട്ടും? 7% അല്ലെങ്കിൽ 8%. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബാങ്കിൽ ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം 20 ലക്ഷം ഇട്ടെന്ന് വെച്ചോ, ഇപ്പോൾ ബാങ്ക് പൊട്ടി, ബാങ്ക് എന്ന കാരണം വെച്ചാൽ പൊട്ടിപ്പോയെന്ന് വെച്ചാൽ നമുക്ക് ആ ഫുള്ള് എമൗണ്ട് തിരിച്ച് കിട്ടില്ല. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് 4 lakhs മാത്രമേ കിട്ടൂ. അപ്പോൾ മാത്രമല്ല ബാങ്കിൽ കിട്ടുന്നത് നമുക്ക് പലിശ. എനിക്ക് പലിശ വാങ്ങാൻ പറ്റൂല, അറിയാലോ. അപ്പോൾ ബാങ്കും പിന്നെ ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഈ പലിശ എന്ന് പറയും, പലിശ നമുക്ക് കിട്ടുന്നത്, അത് വാങ്ങാൻ പറ്റില്ല. പിന്നെ ലാൻഡിന് അതിൽ ഇറങ്ങിയാലറിയാം ഈ ബ്രോക്കർമാരെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ നഞ്ചാന്നൊക്കെ ഒരു സ്ഥലമൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ തലയിൽ വെച്ച് തരും. അത് മാത്രമാണോ? ലാൻഡ് என்ன கேட்டா லேண்ட் ஈக்குவல் டு கோல்டு. ஒரு 15 இயர்ஸ் 20 இயர்ஸ் முன்னாடி லேண்ட் இஸ் அப்கிரேடிங்
നല്ല പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് യു ഹാവ് ടു ഇൻവെസ്റ്റ്. പക്ഷേ അതിന് നല്ല നൗ ഇറ്റ്സ് ഓൾറെഡി ഹൈ. ആ മാത്രമല്ല നല്ല പൈസ വേണ്ടേ, ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു ലാൻഡ് വേണമെങ്കിൽ. ഇപ്പോൾ ഓൾറെഡി സാച്ചുറേറ്റഡ് ഗോൾഡ് മാതിരി അതും സാച്ചുറേറ്റഡ്. നമ്മൾക്ക് ഈ മന്ത്ലി കിട്ടുന്ന സാലറിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു ലാൻഡ് വാങ്ങാൻ നടക്കൂല. വാങ്ങാൻ പറ്റില്ല. അതിലിറങ്ങിയാൽ അറിയാം അതിൻ്റെ തട്ടിപ്പ്. ബ്രോക്കർമാർ മറ്റേ ടോക്കൺ അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ട് മറിച്ച് കൊടുത്ത് അവർ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ബിസിനസ്, എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക വെച്ചാൽ ഞാൻ മുന്നേ ഒരാളോട് കോൺടാക്ട് ചെയ്തു എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവർ മൈൻഡും കൂടി ചെയ്തില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാർ, അവരും നമ്മൾ ഈ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ പറഞ്ഞാൽ അവർ മൈൻഡും കൂടെ ഇല്ല. മാത്രമല്ല നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആരുമില്ല നാട്ടിൽ. ആ അപ്പം ഞാൻ ഇൻ്റർനെറ്റിൽ இந்த ഷെയർ മാർക്കറ്റിനെ പറ്റി കേട്ടെ. അപ്പോൾ ഷെയർ മാർക്കറ്റ് ഞാൻ ഒരു കോഴ്സ് பண்ணி ഒരു ഓൺലൈൻ കോഴ്സ് ഒരു 2 வீக்ஸ் ஆன்லைன் கோர்ஸு ஃபுல்லாக பண்ணி அப்புறம் அது ஃபுல்லாக படித்தேன். அப்போ தான் எனக்கு ஒரு இன்வெஸ்ட்மெண்ட்டு இந்த ஷேர் மார்க்கெட்டில் மந்த்லி கிடைக்கிற സാലറി ഒരു கொஞ்சம் എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോ, അതായത് ആ കൊറോണ ടൈമിൽ ഞാൻ ചെയ്ത വീഡിയോ യൂട്യൂബിൽ, എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഇത് പാര്. അതിൽ MRFൻ്റെ ഷെയർ പ്രൈസ് എത്രയുള്ളത്? 76. ആ MRFൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ഒന്ന് തന്നെ സെർച്ച് ചെയ്ത് നോക്കിയേ. ഗൂഗിൾ എടുത്തിട്ട് MRF ഷെയർ പ്രൈസ് എന്ന് ടൈപ്പ് ആണ്. ആ MRF ഷെയർ പ്രൈസ് എவ்வளோ இருக்கு? 1,38,800. ആ അപ്പോൾ എவ்வளோ ആയിരിക്കും? ഡബിൾ ആയിരിക്കില്ലേ? 38,800. ആ ഡബിൾ ആയിരിക്കില്ലേ? ഡബിൾ ഇല്ല, ഓൾമോസ്റ്റ് ട്രിപ്പിൾ ആയിരിക്കും. ഓക്കെ നെക്സ്റ്റ് വിപ്രോയുടെ ഷെയർ പ്രൈസ്. ഞാൻ വീഡിയോ 3 years മുന്നാടി தான் பண்ணியிருக்கு. அப்போ எவ்வளோ? 381. இப்போ எவ்வளோ பாரு? விப்ரோ ஷேர் பிரைஸ் 660. ഡബിൾ ആയിരിക്കും ഇല്ല? ഡബിൾ. ഓക്കെ നെക്സ്റ്റ് ഏഷ്യർ മോട്ടോഴ്സ് എவ்வளோ? ഏഷ്യർ മോട്ടോഴ്സ് അതിന് 2,437 അന്ന് 3 കൊല്ലം മുന്നേ. എவ்வளோ இருக்கு? 4,990. ആ ഡബിൾ ആയിരിക്കില്ലേ? ഡബിളോട് കൂടെ ആയിരിക്കും. ആ അന്ന് നമ്മളൊരു 10 ലക്ഷം ഇട്ടാൽ എല്ലാമേ 20 lakhs 2 years ഡബിൾ 3 years. ആ അവളോ നമ്മുടെ ഇതില്ലേ പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. ബാങ്കിൽ എത്ര കിട്ടും? 7% 8% മാക്സിമം, അതും പലിശ. അതാ ഞാൻ ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഇതുപോലെ ഷെയർ മാർക്കറ്റ് ഉണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ടാക്സ് ഉണ്ട്, പക്ഷേ ഇത്രയൊന്നും കൊടുക്കണ്ട. ഇപ്പം നമുക്ക് ഡബിൾ ആയാലും അതിന് എത്ര വരും ടാക്സ്? കുറച്ചേ ഉണ്ടാവുള്ളൂ. അതെ അതെ, എന്നാലും അത്ര ഒന്നും വരില്ല. ടാക്സ് ഉണ്ട്, പക്ഷെ അത്ര ഒന്നും വരില്ല. കുറച്ച് നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ ഗൾഫിൽ പണിയെടുക്കുന്നവരുടെ ഈ ഒരു സേവിങ്സ് കുറച്ചിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ആ ടൈമിൽ ഞാൻ എൻ്റെ കിട്ടുന്ന സാലറിയിൽ ഒരു കുറച്ച് എമൗണ്ട് ഇതിലിടും. അപ്പോൾ ഇതിലിങ്ങനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനില്ലേ, ഇപ്പോൾ സെറോദൻ്റെ കൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ, ഇതാ ഇതിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മുടെ പ്രോഫിറ്റ്. അതായത് ഇങ്ങനെ വില കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ആവശ്യം വന്നാൽ നമ്മൾ എടുക്കൂല. എന്തെങ്കിലും ഒരു വളരെ എമർജൻസി ആയാൽ മാത്രം നമ്മളത് വിഡ്രോ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ വെക്കും. ബാങ്കിലിട്ടാലോ എന്തെങ്കിലും ഒരു പുതിയ ബൈക്കോ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ കാണുമ്പോൾ നമ്മളപ്പോൾ അത് വാങ്ങാൻ തോന്നും, ഇല്ലേ? അപ്പോൾ അന്ന് എൻ്റെ ഫ്രണ്ട്സൊന്നും ആരും ഇൻവെസ്റ്റ് ചെയ്തില്ല. ഞാൻ ചെയ്തു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഒരു എമൗണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സാലറി ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ 1 ലക്ഷം എനിക്ക് കിട്ടിയാൽ ഞാനൊരു 50,000 എല്ലാ മാസവും ഇടും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാനത് ഫിക്സ് ചെയ്തു. എൻ്റെ സാലറി 50,000 ഉള്ളൂ. അപ്പോൾ ഞാൻ അയക്കുന്ന പൈസ, നാട്ടിലേക്ക് അയക്കുന്ന പൈസ എത്ര അയക്കുള്ളൂ. അപ്പോൾ അത് യൂസ്ഡ് ടു ആയി. അപ്പോൾ അങ്ങനെ വെച്ച് മാസം വെച്ച് ഒരു എമൗണ്ട് ആയപ്പോഴാണ് ഞാൻ വീട് പണി തുടങ്ങി. പിന്നെ എൻ്റെ ബ്രദർ ഹെൽപ്പ് ചെയ്തു. ഞാൻ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് എമൗണ്ട് ബ്രദർ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ വീട് പണി സൂപ്പറായി. ഇല്ല, നമുക്ക് എന്തായാലും ഒരു വീട് പണി തുടങ്ങണമെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് വെച്ചിട്ട് ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കുറച്ച് എമൗണ്ട്, ഒരു 5-10 ലക്ഷം നമ്മുടെ കയ്യിൽ വേണം.
അപ്പോൾ ഇതുപോലെ നമുക്കത് സേവ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റാന്നുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പഠിച്ചിട്ടാണ് ചെയ്തത്. കംപ്ലീറ്റ് ഷെയർ മാർക്കറ്റ് 15,000 രൂപ ഫീസായിട്ടും കൊടുത്ത് ഫുള്ള് പഠിച്ചിട്ടാണ് ചെയ്തത്. അതിൽ പറയുന്ന കാര്യം പിന്നെ ഇൻട്രാഡേ, ഫ്യൂച്ചർ, ഓപ്ഷൻസൊക്കെയാണ് പഠിച്ചത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഈ പൈസ പോകുന്ന കാര്യങ്ങളാണ്. ഇൻട്രാഡേ, ഫ്യൂച്ചർ ഓപ്ഷൻസൊക്കെ അതൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് ചെയ്യേണ്ട. നമ്മളെന്ത് ചെയ്യുക, പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. നല്ല കമ്പനി യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കിട്ടും, നല്ല കമ്പനി അതൊക്കെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു എമൗണ്ട് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഷെയർ മാർക്കറ്റ്, ഇത്രേ ഉള്ളൂ. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. அப்போ சில பேர் வந்து நிறையா இப்போ ஷேர் மார்க்கெட்டில் வந்து தப்பாக நிறைய பார்த்துட்டு அவங்களே வந்து இதில் பண்ணலாம் அதில் பண்ணலாம் மல்டி இன்வெஸ்ட்மெண்ட் அப்படின்னு சொல்லி தப்பாக பண்ணிடுறாங்களே, அதை பற்றி உண்ட அഭിപ്രായം എന്താ? അത് ചിലപ്പോൾ ഒന്ന് ഇവർ ചെയ്യുന്നത് ഇൻട്രാഡേ, ഫ്യൂച്ചർ ഓപ്ഷൻസ് അതൊക്കെ ആയിരിക്കും. പിന്നെ മൾട്ടി ബാസ്കറ്റ് அப்படி അതെല്ലാം ഓരോ ടൂൾസാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളാണ്. നല്ല ഷെയർ നോക്കിയിട്ട് വാങ്ങിയിട്ട്. 10%, 8% പിന്നെ ഒരു കാര്യം, ഈ പെന്നി സ്റ്റോക്ക് ഉണ്ട്. പെന്നി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതായത് ചെറിയ എമൗണ്ട് ആവുള്ളൂ. 10 രൂപ, 50 രൂപ, 100 രൂപ ഒരു ഷെയറിന്. അത് നോക്കിയിട്ട് വാങ്ങും. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ തന്നെ കുറഞ്ഞും പോകും. അത് ചെയ്യാൻ പറ്റില്ല. നല്ല കമ്പനി നോക്കിയിട്ട് വാങ്ങണം. അതായത് അത്യാവശ്യം നല്ല റേറ്റുള്ള, നല്ല ഫ്യൂച്ചറുള്ള, അതായത് ന്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങണം. അപ്പോൾ നിഫ്റ്റി 50 அந்த மாதிரி எல்லாம் சொல்றாங்களே, அதெல்லாம் என்ன? നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ അത് ഇൻഡെക്സാണ്. ഇൻഡെക്സ് അതായത് മൊത്തം ആ ഒരു 50 കമ്പനിയുടെ ടോപ്പ് 50 കമ്പനിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നോക്കിയിട്ടുള്ള ഒരു ഇൻഡെക്സാണ്. അത് பார்த்து നമുക്ക് തരും. അത് കണ്ടാൽ നമുക്കറിയാം മാർക്കറ്റ് കയറുകയാണോ ഇറങ്ങുകയാണോ. അല്ല, നിഫ്റ്റി 50ൽ ഇത് നമുക്ക് ഷെയർ വാങ്ങാൻ പറ്റില്ല. അത് ഇൻഡെക്സാണ്. അതിൽ ഈ ഓപ്ഷൻസ് ട്രേഡിങ്, ഓപ്ഷൻസ് ഫ്യൂച്ചർ ഓപ്ഷൻസ് അതാ ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിക്ക് റിസ്ക്കാണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല കമ്പനിയുടെ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ട് വെച്ചാൽ മതി. അത് 3 വർഷത്തിൽ ഡബിൾ ഇസ് നോട്ട് പോസിബിൾ ഇൻ ബാങ്ക്. അത് നല്ല ഐഡിയ. ഓക്കെ, താങ്ക് യു സാർ.